ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചും അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴിയെക്കുറിച്ചും വ്യക്തമായി അറിയിക്കുക. ഉൾപ്രദേശമാണെങ്കിൽ പ്രധാന വഴിയിൽ ഒരാൾ ഫയർഫോഴ്സ് വാഹനത്തിന് വഴി കാട്ടാനായി കാത്തുനിൽക്കുക. ഏതു മലയും കാടും ഏതു ദുർഘട വഴിയും താണ്ടും ഇവർ. രക്ഷിക്കാനുള്ളത് വിലപ്പെട്ട ജീവനാണെന്ന് ഇവരെപ്പോലെ അറിയാവുന്നവർ മറ്റാരാണുള്ളത്? ഏതൊഴുക്കിനെതിരെയും തുഴയെറിയും, എത്ര ആഴത്തിലും മുങ്ങിത്തപ്പും. ഒരു ജീവൻ മഹത്തായ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. വിജയികളുടെ മടക്കമാണിത്. തളർച്ചയറിയാത്ത രക്ഷാസേനാനികളുടെ മടക്കം. അതിലുപരി ഒരു ജീവൻ രക്ഷിച്ചതിലുള്ള സംതൃപ്തിയും. ഒഴുക്കിൽ വീണുപോയ സുഹൃത്തിന്റെ ദീനവിലാപം കേട്ടുനിൽക്കാനേ ഇവർക്കായുള്ളൂ. പക്ഷേ നിസ്സഹായന്റെ നിലവിളി ഇവർ കേട്ടു. ആഴങ്ങളിലേക്ക് ഈ മനുഷ്യനെ കൈവിട്ടുകളയാൻ ഇവർ തയ്യാറായില്ല. ജീവിതത്തിന്റെ നനുത്ത പച്ചപ്പിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മത്സരബുദ്ധിയോടെ മുന്നിട്ടിറങ്ങി വിജയിച്ചു. ഏതുതരം ഉരുക്കുവലയമാണെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മനുഷ്യജീവനെ രക്ഷപ്പെടുത്താനാവുന്നു. തകർന്നു വീണ ബഹുനില കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്താൻ ഇത്തരം ഹൈഡ്രോളിക് അയൺ കട്ടറിന് കഴിയും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികൾ വൃത്തിയാക്കുന്നതിനിടയിൽ ശ്വാസം മുട്ടി മരിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്ന കാലമാണ്. ടാങ്കറിന്റെ അറകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ അറകളുടെയും അടപ്പുകൾ തുറന്നുവച്ച് അപകടമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി വേണം അകത്തേക്കിറങ്ങാൻ. മാറിയ കാലത്ത് റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് കൂടുതൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സജ്ജമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഹൈഡ്രോളിക് ജാക്ക് ആൻഡ് അതിന്റെ കണക്റ്റഡ് ആയ ഉപകരണങ്ങളാണ്. പമ്പ്, മറ്റു കാര്യങ്ങൾ. ഈ കാണുന്നത് ഹൈഡ്രോളിക് കട്ടർ ആൻഡ് സ്പ്രെഡർ. മുറിക്കുന്നതിനും സ്പ്രെഡ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. സ്പ്രെഡറാണ്. വലിയ ഉപകരണമാണ്. വലിയ രീതിയിലുള്ള ഗേറ്റുകളും മറ്റും സ്പ്രെഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതും ഹൈഡ്രോളിക് ജാക്കിന്റെ കണക്റ്റഡായ ഉപകരണമാണ്. രണ്ട് വാഹനങ്ങൾ റാഡിയിൽ കണക്ട് ചെയ്ത് പൊക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക്. ഈ ഉപകരണത്തിന്റെ പേരാണ് എക്സോസ്റ്റ് ബ്ലോവർ. തീപിടുത്തമുണ്ടാകുമ്പോൾ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിനുള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന പുക, ഈ പുകയെ ഈ എക്സോസ്റ്റ് ബ്ലോവർ കൊണ്ട് നമുക്ക് വെളിയിലേക്ക് അടിച്ചു കളയാൻ പറ്റും. അതുപോലെ തന്നെ റെസ്ക്യൂ സമയത്ത്, അതായത് കിണറ്റിൽ നിന്നും നമ്മൾ ആളെ രക്ഷിക്കുമ്പോൾ അതിനുള്ളിൽ വിഷവായു ആണെങ്കിൽ വെളിയിൽ നിന്നും ശുദ്ധവായു അടിച്ച് അകത്ത് കയറ്റുന്നതിനും ഈ ഉപകരണം ഉപയോഗിക്കും. ജനറേറ്ററാണ്. ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ആക്സിഡന്റ് നടന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എമർജൻസി ലൈറ്റ് വർക്ക് ചെയ്യാം. പിന്നെ പവർ കട്ടർ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ഈ ജനറേറ്ററിൽ നിന്നും കറണ്ട് ഉപയോഗിച്ച് പവർ കട്ടർ ഉപയോഗിക്കാം. ഇത് ഹൈഡ്രോളിക് ജനറേറ്ററാണ്. ഹൈഡ്രോളിക് ഉപകരണങ്ങളായ ഹൈഡ്രോളിക് കട്ടർ, ഹൈഡ്രോളിക് സ്പ്രെഡർ, അതുപോലെ മറ്റ് ഹൈഡ്രോളിക് വിഷയത്തിൽ വരുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പവർ ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്ററാണ് ഹൈഡ്രോളിക് ജനറേറ്റർ. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ബ്രീത്തിങ് അപ്പാരറ്റസ് സെറ്റ് എന്നാണ്. ഇത് നമ്മുടെ ഫയർഫോഴ്സിൽ തീപിടുത്തം ഉണ്ടായി പുക നിറഞ്ഞിരിക്കുന്ന മുറികളിൽ, പിന്നെ കിണറുകളിൽ വായു, നമ്മുടെ അന്തരീക്ഷ വായു ഇല്ലാത്ത അവസരങ്ങളിൽ, നമുക്ക് ശ്വസനം കിട്ടാത്ത അവസരങ്ങളിൽ നമ്മളെ അന്തരീക്ഷ വായു കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഉപകരണം കൊണ്ടാണ് നമ്മൾ ഫയർഫോഴ്സിൽ പല ഇൻസിഡൻസും അറ്റൻഡ് ചെയ്യുന്നത്. ബഹുനില മന്ദിരങ്ങളിലും മറ്റും തീപിടുത്തമുണ്ടായാൽ മുകളിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ രക്ഷപ്പെടുത്തി താഴേക്ക് കൊണ്ടുവരിക എന്നത് വളരെയധികം ക്ലേശം നിറഞ്ഞ പ്രവൃത്തിയായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ഇത്തരം ആധുനിക ഉപകരണങ്ങൾ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകമായി മാറുന്നു. ഇത് പവർ സെന്റർ എന്ന് പറയുന്ന ഉപകരണമാണ്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡും അതേപോലെ തന്നെ ഫ്യൂവൽ ഓപ്പറേറ്റഡുമായിട്ടുള്ള പവർ സെന്ററുകളുണ്ട്. അതിൽ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് പവർ സെന്ററാണ്. ഇതില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ മുൻകാലങ്ങളിൽ ലാഡർ ഉപയോഗിച്ചും മറ്റുമായിരുന്നു മുകളിലൊക്കെ കുടുങ്ങിപ്പോയിരുന്നതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ പവർ സെന്റർ ലഭ്യമായതോടുകൂടി വളരെ ഈസിയായിട്ട് ഏകദേശം അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് രണ്ടുപേരെയെങ്കിലും ഒരേ സമയം നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് പെട്ടെന്ന് നമുക്ക് താഴോട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഇതിൽ ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ഒരു എമർജൻസി അസെന്റ് ഡിസെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് താഴേക്ക് വരാൻ സാധിക്കും. മുകളിലൊക്കെ കുടുങ്ങിപ്പോയിരിക്കുന്ന ബഹുദിന മന്ദിരങ്ങളുടെയൊക്കെ മുകളിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ കിണറ്റിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനും ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് സാധിക്കും.
ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു അഗ്നി പ്രതിരോധ ഉപകരണമാണ് മോട്ടോർ ബൈക്ക് വിത്ത് വാട്ടർ മിസ്റ്റ്. ഇത് നഗരത്തിലുണ്ടാകുന്ന അഗ്നിബാധയെ വളരെ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിരോധിക്കുന്നതിന് സർവീസിന് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമായി കണക്കാക്കുന്നു. നഗരത്തിലുള്ള വാഹനത്തിൻ്റെ തിരക്കിനിടയിൽ കൂടി ഒരു വലിയ വാഹനം സ്പോട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ വാഹനത്തെ ആദ്യത്തെ അഗ്നി പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകമായിട്ട് കണക്കാക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് 2 വാട്ടർ മിസ്റ്റ് എക്സ്റ്റിംഗ്വിഷർ, ഒരു സാധാരണ എക്സ്റ്റിംഗ്വിഷർ. ഇത് മോട്ടോർ ബൈക്കിലായിരുന്നാൽ 2 പേർ ആണ് ഈ ഒരു ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വളരെ അകലത്ത് നിന്ന് പോലും തീയണയ്ക്കാൻ കഴിയുന്ന പുതിയ സംവിധാനമാണിത്. വ്യവസായശാലകളിലും മറ്റുമുണ്ടാവുന്ന അഗ്നിബാധയെ തടയാൻ മോണിറ്റർ എന്ന ഈ സംവിധാനത്തിന് കഴിയുന്നു. റോഡ് ഗതാഗതം താറുമാറായാൽ ഇവ ഉപയോഗിച്ച് അതിവേഗം മണ്ണ് നീക്കം ചെയ്യാനും ജനങ്ങളെ സുരക്ഷിതരാക്കാനും സാധിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുന്നിടത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരുക്കുന്ന ഇത്തരം ടെന്റുകൾ താൽക്കാലിക ഹോസ്പിറ്റലുകളായും മാറാറുണ്ട്. കടലിലും കായലിലും നദികളിലും രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ റബ്ബർ ഡിങ്കികൾ. വാട്ടർ കർട്ടൻ തുടങ്ങി സാങ്കേതികമായി മുൻനിരയിൽ നിൽക്കുന്ന ഉപകരണങ്ങളും അനവധിയാണ്. രാത്രികാലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപകരിക്കുന്ന ഉപകരണമാണിത്. ഇതിൻ്റെ പേര് ആസ്ക ലാമ്പ് എന്നാണ്. ഇത് ഏകദേശം 8 മണിക്കൂർ നേരം പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 100 മീറ്റർ ചുറ്റളവിൽ ഇതിന്റെ പ്രവർത്തനം ലഭ്യമാണ്. ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സ് വാഹനം ഈ തിരക്കിലൂടെ എങ്ങനെ കടന്നുപോകും? വാഹനങ്ങൾ കൊണ്ട് വഴി അടച്ചിടുകയല്ല, ഫയർഫോഴ്സിന്റെ വാഹനം കടന്നുവരാനുള്ള വഴി ഒരുക്കുകയാണ് വേണ്ടത്. ഇവിടെ സെക്കൻഡുകൾ വിലപ്പെട്ടതാണ്. അമ്പരചുംബികളായ ഈ ബഹുനില മന്ദിരങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പുതിയകാല വളർച്ചയുടെ നേർക്കാഴ്ചകളാകുന്നു. ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം കെട്ടിടങ്ങളിൽ പലതിലും ശരിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇത്തരം കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ ഒന്നിലധികം വാതിലുകൾ ഇല്ലാത്തതുകൊണ്ട് ഇതിനുള്ളിൽ തീപിടുത്തം പോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക തന്നെ വേണം. ഓരോ നിലയിലും അഗ്നിശമന ഉപകരണങ്ങൾ സജ്ജീകരിക്കുകയും അവ പ്രവർത്തിപ്പിക്കുവാൻ പരിചയസമ്പന്നരായ ആളുകളുടെ സേവനം ഉറപ്പുവരുത്തുകയും വേണം. തീപിടുത്തമുണ്ടായാൽ പുറത്തുനിന്നുള്ള രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമല്ല. ജീവിതത്തിലേക്ക് നിലച്ചിരിക്കാതെ ആളിപ്പടരുന്ന അഗ്നിനാളങ്ങൾ മനുഷ്യജീവനുകളെ കവർന്നെടുക്കുകയാണ്. ഉറക്കെ നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എല്ലാം ഭസ്മമാക്കുകയാണ് ഈ അഗ്നിജ്വാലകൾ. തീയിലകപ്പെട്ടു പോയവരെ വാരിയെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിമിഷങ്ങൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആളിക്കത്തുന്ന തീയിലേക്ക് എടുത്തു ചാടുമ്പോഴും സ്വയം രക്ഷയെക്കുറിച്ച് ആലോചിക്കാൻ ഇവർക്കാവില്ല. ഉത്തരവാദിത്വത്തിലും കർമ്മത്തിലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നും എപ്പോഴും മുന്നിൽ തന്നെ. ഒരു തുണ്ട് കയറോ സാരിയോ മുണ്ടോ കൈവശമുണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാനാകും. അപകടത്തിൽപ്പെടുന്ന ഒരു കെട്ടിടത്തിൽ നിന്നും ഒരു നിലയിൽ അകപ്പെട്ട ആളിന് അതിൻ്റെ സ്റ്റെയർ കേസ് വഴി പുറത്തേക്ക് വരാൻ സാധിക്കാതെ വരുന്ന അവസരത്തിൽ നിസ്സാരമായ ഒരു കയറോ അല്ലെങ്കിൽ ഒരു സാരിയോ അതുപോലെ ഒരു ടവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറിൻ്റെ മധ്യഭാഗമെടുത്ത് ജനൽ കമ്പിയിൽ ഇങ്ങനെ കടത്തിയതിന് ശേഷം കയറിൻ്റെ ഒരു എൻഡ് വലിച്ച് ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് ഈ എൻഡും കൂടെ വെച്ച് ടൈറ്റ് ചെയ്യുകയും ഈ ടൈറ്റ് ചെയ്ത ഇതിൽ കൂടെ രക്ഷപ്പെടാവും. പല വീടുകളിലും ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടായാൽ തീ അണയ്ക്കാൻ ഇത്തരം ഉപകരണങ്ങൾ കരുതിയിട്ടുണ്ടാവും. പക്ഷേ പലരും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തവരാണ്. ഇത് ഉപയോഗിക്കുന്നത് വളരെ ലളിതമാണ്. ഇതിന് പ്ലഞ്ചർ എന്നാണ് പറയുന്നത്. ഈ പ്ലഞ്ചറിൽ അമർത്തി അടിക്കുക. എന്നിട്ട് ഈ നോസിൽ, ഡിസ്ചാർജ് നോസിൽ, ഫയർ എവിടെയാണോ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ ഡിസ്ചാർജ് നോസിൽ കാണിക്കുക.
ഒട്ടുമിക്ക അപകട മേഖലയിലും എപ്പോഴും സേവനം ഉറപ്പാക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. അപകടത്തെക്കുറിച്ച് അറിയിപ്പ് കിട്ടുന്ന മാത്രയിൽ തന്നെ ദൌത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. പ്രതിസന്ധികളെ മറികടന്ന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന കർമ്മസേനയ്ക്ക് അതിനായി വിദഗ്ധ പരിശീലനം തന്നെയാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. മികച്ച സേവനത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരാകാൻ മുന്നിട്ടിറങ്ങുന്ന ഈ ഫയർമാൻമാർ സ്വന്തം സുരക്ഷയെക്കുറിച്ച് ഓർക്കാറേയില്ല. ആളിക്കത്തുന്ന തീഗോളങ്ങൾക്ക് മുന്നിലേക്ക് പാഞ്ഞെത്തുമ്പോഴും കൃത്യനിർവഹണത്തിൽ നിന്ന് ഇവർ വഴിമാറുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ ബലിയർപ്പിച്ചവർ നിരവധിയുണ്ട്. ഏറെ ജീവനുകൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തി സ്വയം മരണത്തിലേക്ക് നടന്നുപോയവരാണ് ഇവർ. ദൌത്യം തുടരുകയാണിപ്പോഴും. എവിടെയോ ഒരാൾ, അതുമല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ സഹായത്തിനായി കാത്തുനിൽക്കുന്നു. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഫയർമാൻമാരുടെ ജീവിതയാത്ര തുടരുക തന്നെ ചെയ്യും. ഇന്നും നാളെയും എപ്പോഴും. നിതാന്ത ജാഗ്രതയോടെ ഒരു സർക്കാർ സ്ഥാപനം ഇവിടെ 24 മണിക്കൂറും ഉണർന്നിരിക്കുന്നു. മറക്കേണ്ട, 101 എന്നത് വെറും അക്കങ്ങളല്ല, രക്ഷയുടെ വാതിൽ തുറക്കുന്ന നമ്പരാണ്.